KPCCയുടെ ആരാധനായ പ്രസിഡന്റും അടക്കം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരടക്കം അവിടെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തകന്മാർ പുറകോട്ട് വന്ന് കസേരയിൽ തന്നെ ഇരിക്കണം. ഇതിന്റെ ഈ യോഗത്തിന്റെ നടത്തിപ്പ് ഭംഗിയാണ്. ബാക്കി ഒരു വാഹനം അവിടെ തടസ്സമായി കിടക്കുന്ന KL 53H26 അവതാർ മാറ്റി കൊടുക്കണമെന്ന് പറ്റി. കേരളത്തിലെ കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ അത് നേർരേഖയാക്കി ചിത്രമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCCയുടെ പ്രസിഡന്റും ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും എല്ലാ കർഷക നേതാക്കന്മാരും എല്ലാം അവിടെ സാക്ഷികളായി സന്നിഹിതരായി ആ നേർരേഖയിൽ പങ്കെടുക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ 9 വർഷക്കാലത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ 4 കോടി ജനങ്ങളെയും ദുരിതത്തിലാക്കിയതിന്റെ ഒപ്പം വനാതിർത്തി മേഖല പങ്കിടുന്ന മുഴുവൻ മേഖലയും കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിനെതിരെയാണ് നമ്മൾ ഈ നേർരേഖ ചിത്രീകരിക്കുന്നത് കാണുന്നത്. അത് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജിസ്ട്രേറ്റ് അവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുണ്ട്. മുഴുവൻ പ്രവർത്തകന്മാരും കർഷകരിലേക്ക് വന്നിരിക്കുന്നവർ എല്ലാരും ഒന്ന് മാറി കൊടുത്തത് കുറച്ച് മാറി ഇവര് മാത്രം ഒന്ന് അങ്ങോട്ട് പോട്ടെ. ഇവിടെയാണല്ലേ ഇവിടെ വെച്ചിട്ടാണ് സംഭവം. നടന്നു പോയത് നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് ബാക്കിൽ നിന്ന് വന്ന് കുത്തിയല്ലേ, കണ്ടില്ല അല്ലേ, മറിഞ്ഞു വീണ്. ഒരു തോടുണ്ട് അടുത്ത്, ആ തോട്ടക്ക് കുളിക്കാൻ വേണ്ടി പോകുന്നു. ബാക്കിലൊരു വണ്ടിക്കാരുണ്ട്, അവനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫ്രണ്ടിൽ നടന്നു പോവാം. അപ്പം ബാക്കിലുള്ള വണ്ടിക്കാരനെ തട്ടി ഓൻ വീണു. പിന്നെ നേരെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഒന്നിനെ കണ്ടില്ല, ഒന്ന് ഇടിച്ചിട്ട് കിട്ടിയോ? ചികിത്സക്ക് എന്തെങ്കിലും സഹായം കിട്ടിയോ? ഇല്ല. ഇപ്പൊ എത്ര നാളായി? 5 ദിവസം. പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്തോ? ഫോറസ്റ്റുകാരും വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു. അല്ല അത് മതിയല്ല. എന്താ ജോലി? എന്താ ജോലി? ഷോപ്പിൽ നിൽക്കണം. പകലാണോ രാത്രിയാണോ? എന്താ കാലം ശരിക്കും പറ്റിയിരിക്കുന്നത്? എന്താണ് ഹീറ്റാണ് അല്ലേ? നോക്കാം ബാക്കി കാര്യങ്ങൾ. ഒരു പോകാനുള്ള പരിപാടി വെയിറ്റ് ചെയ്യണ്ട. എവിടാ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. മുഴുവൻ പേരെന്താണ്? മമ്പാട്. ഞാൻ കണ്ടോ? അടുത്തൊരു തോടുണ്ട്, അമ്പാട് കൂളിക്കൽ.
അപ്പോൾ തോട്ടിലേക്ക് പൊളിക്കാൻ പോണ വഴിയിൽ പിന്നെ ഞാൻ നടന്നു പോയിരുന്നു. ഞാൻ ഫ്രണ്ടിലായിരുന്നു. ബാക്കിലൊരു വണ്ടിക്കാരുണ്ടായിരുന്നു. അവനെ തട്ടിയിട്ടിട്ട് നേരെ എന്നെ വന്നിട്ട് കുത്തിയിട്ട് പന്നി കുത്തിയിട്ട് ഒഴിച്ച് പോയി. ജോസഫ് പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ശ്രീ PMA സലാം, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, പ്രിയപ്പെട്ട ശ്രീ PC തോമസ് സാർ, ശ്രീ PC വിശ്വത, ശ്രീ ജോസഫും ലിശ്ശേരി, മറ്റൊരു വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ സഹപ്രവർത്തകരെ, വന്യജീവി ആക്രമണങ്ങളിൽ ഇരകളായി മാറി ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മലയോര മേഖല മുഴുവൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഹാഭീതിയിലാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ പെരുകുകയാണ്. കാർഷിക ജീവിതം തന്നെ ഇല്ലാതായി മാറുന്ന, സാമൂഹ്യ ക്രമം തന്നെ ആകെ തെറ്റുന്ന പരിതാപകരമായൊരവസ്ഥയിലേക്ക് മലയോര ജീവിതം മാറുകയാണ്. മലയോരത്തെ കർഷകരെയും ആദിവാസിയെയും സംബന്ധിച്ചിടത്തോളം ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജീവിതമായി അവരുടേത് മാറി. എല്ലാ സ്ഥലത്തും ആനകൾ ഇറങ്ങുകയാണ്, മനുഷ്യനെ കൊല്ലുകയാണ്, കണ്ടതെല്ലാം നശിപ്പിക്കുകയാണ്. കടുവയും പുലിയും ഇറങ്ങിയാണ്, മനുഷ്യരെ കടിച്ചു തിന്നുകയാണ്. കാട്ടുപന്നികൾ ഇറങ്ങി ഭൂമിക്കടിയിലുള്ള എല്ലാം കുത്തി മലർത്തി കിഴങ്ങ് കൃഷി എന്നുള്ളത് ഇല്ലാതായി മാറിയിരിക്കും. എല്ലാ തരത്തിലുള്ള കൃഷിയെയും നശിപ്പിക്കുകയാണ്. ഞങ്ങൾ UDFന്റെ നേതൃത്വത്തിൽ വളരെ സമഗ്രമായി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മലയോര സമരയാത്ര നടത്തുകയുണ്ടായി. ആ മലയോര സമരയാത്രയിലെ അനുഭവങ്ങൾ, എത്രയോ പേർ ആനയെ ആക്രമിച്ച്, വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, വീട്ടിലെ കുടുംബനാഥന്മാർ നഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങൾ, കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരുടെ പ്രയാസങ്ങൾ, മക്കളെ അനാഥമാക്കി പോയവരുടെ ഓർമ്മകൾ, അതെല്ലാം ആ മലയോര സമരയാത്രയിൽ തുടിച്ചു നിന്നു. നമുക്കറിയാം എന്തു നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നത് മാത്രമല്ല, പുറത്തിറങ്ങാൻ ഭീതിയാണ് പല സ്ഥലത്തും. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് അങ്ങാടിയിൽ പുലിയിറങ്ങി. രാത്രി ഫോണിൽ വിളിച്ചു പറയാണ് അങ്ങാടിയിൽ പുലിയിറങ്ങാൻ, രാത്രി പുലിയാണ്. എല്ലാ സ്ഥലത്തും കാട്ടുപന്നിയുടെ ആക്രമണമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ 1000-ഓളം പേരാണ്, 1000-ലധികം പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഏകദേശം 9000-ഓളം ആളുകൾക്ക് പരിക്കേറ്റു. പലരും ഗുരുതരമായ പരിക്ക് പറ്റി കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആംബുലൻസിൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി നമ്മളെ കാണാൻ വന്ന കബീർ അലി ഇവിടെ മമ്പാട് സ്വദേശിയാണ്. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, പന്നി പുറകിൽ നിന്ന് വന്ന് ആക്രമിച്ചതാണ്. നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എത്രയോ പേർ ഗുരുതരാവസ്ഥയിൽ വീടുകളിൽ കിടപ്പ് രോഗികളായി എത്രയോ പേർ കിടക്കുന്നു. അവരെ സംരക്ഷിക്കാൻ, അവർക്ക് ചികിത്സാ സഹായം നൽകാൻ നൂറുകണക്കിന് ആളുകൾക്കാണ് ഗവൺമെന്റ് ഇനി ചികിത്സാ സഹായം കൊടുക്കാനുള്ളത്, നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. കാർഷിക മേഖലയിൽ ഉണ്ടായ നഷ്ടം നികത്താനുള്ള നഷ്ടപരിഹാരം സർക്കാർ ഇനി കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിലെ നിയമസഭയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സംസാരിക്കാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന്, മലയോരത്തെ കർഷകരുടെ സങ്കടം. 2, തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇവിടെ ഇരിക്കുന്ന KPCCയുടെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് ഉൾപ്പെടെ നിരവധി പ്രാവശ്യം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു. 10 പ്രാവശ്യം കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ
ആറളം ഫാമിൽ ഇതുവരെ ആന ചവിട്ടിക്കൊന്നത് 17 പേരാണ്, അല്ലേ? 17 പേരെയാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ആറളം ഫാമിൽ ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിലെ മാത്രമല്ല, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൊണ്ടുവന്നത് ശ്രീ സണ്ണി ജോസഫാണ്. ഞങ്ങൾ എപ്പോഴും പറയും, പക്ഷെ ഒരു മറുപടിയില്ല ഗവൺമെന്റിന്. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് ചോദിച്ച വനം മന്ത്രിയെ ചുമക്കേണ്ട ദൗർഭാഗ്യമുള്ളവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന ഇറങ്ങുന്നതെന്ന് ഞങ്ങൾ കണക്കുകൾ സഹിതം ചോദിച്ചു. ഇവിടെ പരമ്പരാഗതമായി വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. എന്താ? കിടങ്ങുകൾ കുഴിക്കും, മതിലുകൾ കെട്ടും, ഫെൻസിംഗ് ഉണ്ടാക്കും, ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ടാക്കും. കഴിഞ്ഞ 4 വർഷമായി ഇതിനു വേണ്ടി ഒന്നും ചെലവാക്കുന്നില്ല, പേരിന് മാത്രം. വലിയ തുക അനുവദിക്കും, പക്ഷെ ചെലവാക്കുന്നത് പേരിന് മാത്രം, ഒന്നും നടക്കുന്നില്ല. മറ്റു സംസ്ഥാനങ്ങൾ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി വന്യജീവികളുടെ മൂവ്മെന്റ്സ് വനാതിർത്തിയിൽ അറിഞ്ഞ് അത് മനസ്സിലാക്കി ഈ വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കേരളത്തിലെ ഗവൺമെന്റും അത് കേട്ടിട്ട് പോലുമില്ല. ഇതാണ് സ്ഥിതി. നമ്മുടെ എംപിമാർ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി പ്രാവശ്യം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. അവർ മന്ത്രിയെ നേരിട്ട് കണ്ടു, കേന്ദ്ര വനം മന്ത്രി ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയും, കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, വനം വകുപ്പിന്റെ സെക്രട്ടറിക്ക് കേന്ദ്രമന്ത്രി അയച്ചൊരു കത്തുണ്ട്. ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നു, ഇവരിതുവരെ ഒന്നും ചെയ്തിട്ടില്ല, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ജനങ്ങളെ. എന്നിട്ട് നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ ഒരനക്കം. ഞാൻ പറയാം, കേന്ദ്രം നിയമ ഭേദഗതി വരുത്തണം. ഇത്രയും നാള് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഇതിനേക്കാൾ, ഇപ്പൊ നിലവിലുള്ള സംസ്ഥാന വന നിയമത്തെക്കാൾ വീണ്ടും കർഷകരെയും ആദിവാസികളെയും ദ്രോഹിക്കുന്ന വലിയൊരു വനം ബില്ല് കൊണ്ടുവന്നാണ്. നമ്മൾ മലയോര സമരയാത്രയിലെ ഒന്നാമത്തെ ആവശ്യം ആ വനം ബില്ല്, നിർദ്ദിഷ്ട വനം ബില്ല് പിൻവലിക്കണമെന്നാണ്. അത് പ്രഖ്യാപിച്ചതുകൊണ്ടാണ്, ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ വനം ബില്ല് അവർ മാറ്റിയത്. എന്താ കേന്ദ്രം പറയുന്നത്? കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 11-ാം വകുപ്പ് അനുസരിച്ച് 1A 1B എല്ലാം ഉൾപ്പെടെ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്താ അധികാരം? മനുഷ്യജീവന് അപകടം സൃഷ്ടിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട്. 2, ഈ വൈൽഡ് ലൈഫ് ചീഫ് വാർഡന് താഴേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് അത് ഡെലിഗേറ്റ് ചെയ്യാം, ആ അധികാരം കൈമാറാം. അപ്പോൾ കേന്ദ്ര നിയമം അനുസരിച്ച്, നിലവിലുള്ള കേന്ദ്ര നിയമം അനുസരിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം ഈ സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അതാണ് കേന്ദ്രം പാർലമെന്റിലും മറുപടി പറഞ്ഞ അതാണ്, അവരയച്ച കത്തിനും അതാണ്. ഇവിടെ എന്താ ഇവര് പറയുന്നത്? 1970 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമമാണ് ഇതിന്റെ എല്ലാം കുഴപ്പമെന്ന് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക. 55 കൊല്ലം മുമ്പാണ് ആ നിയമം വന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ആ നിയമത്തിൽ പോലും മനുഷ്യജീവന് അപകടകാരികളായി മാറുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. എന്തുകൊണ്ട് നിങ്ങളത് പ്രയോഗിക്കുന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളവരെ രക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, കൊല്ലാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം KPC പ്രസിഡന്റ് പറഞ്ഞതുപോലെ അദ്ദേഹം പറയും, ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു അതിലൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും. എന്താ സംഭവിക്കുന്നത്? ഒന്ന് നിഷ്ക്രിയമായിരിക്കുകയാണ്. മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. പുലി കടിച്ചു കൊന്ന പുലി കടിച്ചു കൊന്നു, ആന ചവിട്ടിക്കൊന്നാൽ ആന ചവിട്ടിക്കൊന്നു, പന്നി മലത്തിയ പന്നി ആളെ മലത്തി, അത്ര വിചാരിച്ചാൽ മനുഷ്യന്റെ ഗതികേടാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പേടിയാണ്. ഇപ്പൊ പലരും മലയോരത്ത് ജീവിക്കുന്നത് പശുവിനെ വളർത്തിയാണ്. ആ പശുവിന് പുല്ല് എത്താൻ പോകാൻ പേടിയാണ്. പാലളന്ന്
കൊണ്ടുപോയി കൊടുക്കാൻ പേടിയാണ്, ആശുപത്രിയിൽ പോകാൻ പേടിയാണ്, പുറത്തേക്ക് ഒരാൾ കുടുംബത്തിൽ നിന്ന് പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള ഭീതിയിലാണ് മലയോരത്ത് ജനങ്ങൾ ജീവിക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കാനുണ്ടോ? സർക്കാരിന്റെ സാന്നിധ്യം മലയോരത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് സർക്കാരില്ലായ്മയാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്, മലയോരത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. സർക്കാരിന്റെ യാതൊരു സാന്നിധ്യമില്ല. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, സഹായിക്കുകയല്ല ചെയ്യുന്നത്. എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കാം എന്നതാണ്. ഇവിടെ പന്നിക്കണിയിൽപ്പെട്ടൊരു കുഞ്ഞു മരിച്ചു വഴിക്കടവിൽ. ഉടനെ ഈ വനം മന്ത്രി എന്താ പറഞ്ഞത്? പന്നിക്കണി ഷോക്കേറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു മരിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രായം ആലോചിച്ചു. എന്നെ ഞാൻ സ്വയം നിയന്ത്രിച്ചു. ഞാൻ ഒന്നും പറയുന്നില്ല, മറുപടി പറഞ്ഞ പിന്നെ അത് മാത്രം ബാക്കിയുണ്ടാവും. എന്റെ നാവിന്റെ തുമ്പിൽ നിൽക്കുന്നതിന്റെ മറുപടി, അയാളോട് പറയേണ്ട മറുപടി ഞാൻ അത് പറയുന്നില്ല. പ്രായം ബഹുമാനിച്ചു. കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നു ആര്യാട ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ അവിടെ ഒരു പന്നിക്കണി ഉണ്ടാക്കി അതിൽ ഇലക്ട്രിസിറ്റി കൊടുത്ത് ഈ കൊച്ചിനെ കൊന്നെന്ന അയാൾ പറഞ്ഞത്. അയാൾ പോട്ടെ, അയാൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ഗോവിന്ദൻ ഇറങ്ങിയേക്കാണ്, പാർട്ടി സെക്രട്ടറി. ഇതുപോലെ വിഡ്ഢിത്തം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വാ തുറന്ന അബദ്ധം മാത്രമേ പറയുന്നു, അതിന് കൂട്ടുനിൽക്കുക. മുഖ്യമന്ത്രി തിരിച്ചു കയറിയത് ഈ പ്രചരണം മറ്റേ പാലക്കാട് നീലപ്പെട്ടിയുമായി വന്നതുപോലെ ഇവിടെ ഒരു പന്നിക്കണിയുമായി വന്ന കുരുക്കാൻ പാലക്കാട് പറ്റിയതുപോലെ ഇവിടെ പറ്റും എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു വാർത്ത കണ്ടു, ശരിയാണെന്ന് അറിയില്ല. മുഖ്യമന്ത്രി വനം മന്ത്രിയെ ശാസിച്ചു. അങ്ങനെ അത് ശരിയാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഈ വനം മന്ത്രിയെ ശാസിച്ച മുഖ്യമന്ത്രി പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും ഈ ഗോവിന്ദനോട് ചോദിക്കണ്ടേ? പട്ടിൽ പൊതിഞ്ഞത് താൻ എന്തു പരിപാടിയാണോ ചെയ്തത് എന്ന് ചോദിക്കുന്നത് ഗൗരവത്തിൽ. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പട്ടിൽ പൊതിഞ്ഞ ശകാരം. ആ പട്ടിൽ പൊതിഞ്ഞ ശകാരം ഈ ഗോവിന്ദനെതിരെ നടത്തിയ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്, ഒരു മന്ത്രിയും ഒരു പാർട്ടി സെക്രട്ടറിയും. പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ ഇങ്ങനെ ആളുകൾ പന്നിക്കണി വെച്ച് നിയമവിരുദ്ധമായി ഇലക്ട്രിക് ലൈനിൽ നിന്ന് വൈദ്യുതി എടുത്ത് ചെയ്യുന്നുണ്ട് എന്ന് ആ നാട്ടുകാർ പോലീസിനോടും പറഞ്ഞു, ഫോറസ്റ്റിനോടും പറഞ്ഞു, KSEB-യിലും പറഞ്ഞു. ആരാ നടപടിയെടുക്കേണ്ടത്? ഇലക്ട്രിസിറ്റി ബോർഡ് നടപടിയെടുക്കാം, പോലീസിന് നടപടിയെടുക്കാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുക്കാം. മൂന്ന് ഈ സർക്കാരിന്റെ കീഴിലുള്ള ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ട് CPM പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം നടത്തും. പഞ്ചായത്ത് ഇരിക്കണമെന്ന് എന്ത് ചെയ്യാന്? ഈ കണി മാറ്റാൻ പറ്റുമോ? പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുമോ? പഞ്ചായത്ത് ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, അവരുടെ പാർട്ടി ഈ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് സമരം ചെയ്യാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ? ഈ ഇലക്ഷൻ കാലത്ത് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഫോറസ്റ്റും പോലീസും ഇലക്ട്രിസിറ്റി ബോർഡും ഒക്കെ ഭരിക്കുന്ന പിണറായിയുടെ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന CPM വഴിക്കടവ് പഞ്ചായത്ത്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, ഇതിന്റെ എല്ലാ ഉത്തരവാദി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. എന്തും പറയാൻ മടിക്കാത്ത ആളുകളാണ്, എന്തും പറയാൻ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ മതിയാവൂ. കേരളത്തിലെ മലയോര ജനതയെ ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്തു? അതാണ് ഞങ്ങളുടെ ചോദ്യം. പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോ? സണ്ണി വക്കീൽ പറയും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പുതിയതായി അതിനെക്കുറിച്ച് എന്താലോചിച്ചു? നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. ഒന്നും ചെയ്യാത്ത ഈ സർക്കാരിന്റെ സർക്കാരില്ലായ്മയ്ക്കെതിരായിട്ടാണ് മലയോരത്തെ ജനത
ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായി പ്രതിഷേധിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഉറപ്പു പറയുന്നു, വാക്കു പറയുന്നു, UDF അധികാരത്തിൽ വന്നാൽ മലയോര ജനതയുടെ സങ്കടം മാറ്റാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. എന്തെല്ലാം നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കും. മുൻകൂട്ടി പ്രഖ്യാപിച്ചത് 1, 2, 3 എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമയബന്ധിതമായി ഞങ്ങൾ നടപ്പാക്കും. ഞങ്ങൾ മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും. ഞങ്ങൾ അവരോട് പറയുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും, നിങ്ങളെ സംരക്ഷിക്കാൻ. വാക്കാണ് കേരളത്തിലെ UDF, കേരളത്തിലെ പ്രതിപക്ഷം മലയോരത്തെ പാവപ്പെട്ട ജനങ്ങളോട് തരുന്ന വാക്കാണ്. നിങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിരവധി നേതാക്കൾ പ്രസംഗിക്കാനുണ്ട്. തീർച്ചയായും ഈ മലയോരത്തെ വന്യജീവി ആക്രമണത്തിൽ കൃഷി നഷ്ടപ്പെട്ടവർ, ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾ, അപകടത്തിൽ പരിക്കേറ്റവർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകും എന്ന് കൂടി വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി. ഏക മകൻ മരിച്ച് ഭാര്യ വലിയ തോതിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ശ്രീ ജോസഫ് കെ മാത്യു അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ ആവലാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിന്റെ ആവലാതി ബോധിപ്പിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ജോസഫ് കെ മാത്യു നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതി പാലക്കാട് മുണ്ടൂർ പഞ്ചായത്തിലെ ഒരു അമ്മയും മകനും കാട്ടാനയുടെ ആക്രമണത്തിൽ പെട്ട് മകൻ പോകാനിടയായി തീർന്നു. മരിച്ചുപോയ മോൻ്റെ അച്ഛനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇന്നുവരെ സർക്കാരിൽ നിന്ന് സഹായങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല. ആകെ 1 ലക്ഷം രൂപ ഭാര്യയുടെ ഹോസ്പിറ്റലിൽ ചെലവിനായിട്ട് ലഭിച്ചു. ആശുപത്രിയിലാണ്. അപ്പം നേതാവ് പറഞ്ഞു ആംബുലൻസിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ദൂരം ആയതുകൊണ്ട് വേണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. ഇതുവരെ ഒരു സഹായങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല. 3 ചിലവ് 1 ലക്ഷം. പിന്നെ ആകെ 4 ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട്. ആകെ 1 ലക്ഷം രൂപയെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. 3 ലക്ഷം ചിലവായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ എൻ്റെ ഒരു മോനേ ഉള്ളൂ, ഏക മോനാണ്. അവനാണ് വീട്ടിലെ തണിയായിട്ട് നിന്നിരുന്നത്. പിന്നെ ഒരു മോളുണ്ട്, അവളെ കല്യാണം കഴിച്ച് പോയി. അവളുടെ കൂടെയാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. വേറെ ഒരു നിവൃത്തിയില്ല, ഞങ്ങൾക്കില്ല. അവിടെ ആ ഭാഗത്തുള്ള ഞങ്ങൾ 5-6 വീട്ടുകാരെല്ലാവരും അവിടുന്ന് മാറി ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു നടപടി എടുക്കണം എന്ന് പ്രതികരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ചെറിയൊരു ജോലി നേതാക്കൾ അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ അപേക്ഷിക്കുകയാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അടുത്തതായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതാവ്, കേരളത്തിലെ മലയോര കർഷകർക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിക്കുന്ന പേരാവൂരിന്റെ MLA, ബഹുമാനനായ KPCCയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകളെ ക്ഷണിച്ചോളും. ഏറ്റവും ബഹുമാന്യരെ, പ്രിയമുള്ളവരെ,
ഞാന് ഈ വേദിയിൽ വന്നിരുന്നതിന് ശേഷം ഓർമ്മിച്ച കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ചാൽ ഇവർക്ക് ആർക്കും സമയം കിട്ടില്ല. മുൻ മന്ത്രി PC തോമസും MP-യും അതുപോലെ PMA സലാമും PC വിശ്വനാഥും ഒക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാന് വേണമെങ്കിൽ ഇതൊരു ജുഡീഷ്യൽ ഫോറം ആണെങ്കിൽ എന്റെ ഫോണും കൊടുക്കാം. PC തോമസിന്റെ കയ്യിൽ എന്റെ ഫോൺ കൊടുക്കാം. എന്റെ ഫോണിൽ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഞാൻ ഫീഡ് ചെയ്തിട്ടുള്ള നമ്പറുകൾ മാത്രം, അതിലെ കേസുകൾ മാത്രം. ഇപ്പൊ ഏറ്റവും അവസാനം ഇന്ന് എന്നെ നേരത്തെ ഞാനും വിഷ്ണുവും കൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ വിളിച്ചയാളുടെ പേര് ജൂണിയാണ്. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ എഴുതിയിരിക്കുന്നത് ബനാന എലഫന്റ് ജൂണി എന്നാണ്. അദ്ദേഹം വാഴ കൃഷി ചെയ്ത് ആയിരക്കണക്കിന് വാഴ പന്നി നശിപ്പിച്ചു. അദ്ദേഹത്തെ കുത്തി മറിച്ചിട്ടു. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ നിന്ന് എന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തായി. അദ്ദേഹത്തിന് തോക്ക് ലൈസൻസിന് വേണ്ടി ഞാൻ കണ്ണൂർ കളക്ടറെ അടുത്ത് പറഞ്ഞു, ADM-ന്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ ഫോട്ടോ വെച്ച് ഇത്രയും കൃഷിയുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ കൃഷി പന്നി നശിപ്പിക്കുന്നു, അദ്ദേഹത്തിന് പരിക്കേറ്റുകൊണ്ടൊരു തോക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ട് ഇപ്പൊ ഒരു കൊല്ലമായി. ആ അപേക്ഷ ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. ഇന്ന് എന്നെ വിളിച്ചു, ഈ മീറ്റിംഗ് കൊണ്ടെന്ന് അറിഞ്ഞിട്ടല്ല. പിന്നത്തെ എന്റെ ഫോണിൽ എലഫന്റ് എന്ന് അടിച്ചാൽ കിട്ടുന്ന എലഫന്റ് ആനയുടെ അക്രമത്തിൽ ഭർത്താവ് മരണപ്പെട്ട പള്ളിയിൽ പോകുന്ന സമയത്ത് ഭർത്താവ് ജസ്റ്റിൻ വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി ദൂരത്തിൽ ജനവാസ മേഖലയിൽ താമസിക്കുന്ന ജസ്റ്റിനും ഭാര്യ അൽഫോൻസയും പള്ളി പോണ ഞായറാഴ്ച രാവിലെ ബൈക്കിൽ പോകുമ്പോഴാണ് ആന ആക്രമിച്ചു. ജസ്റ്റിൻ ആ സ്പോട്ടിൽ റബ്ബർ തോട്ടത്തിൽ മരിച്ചു. ഭാര്യയ്ക്ക് അൽഫോൻസയ്ക്ക് ഗുരുതരമായ പരിക്കുപറ്റി. ചികിത്സയിലാണ്. അവരുടെ ചികിത്സാ ചെലവ് മുഴുവനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അവർക്കൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ സർക്കാരിൽ പലവട്ടം ആവശ്യപ്പെട്ടു. അതാണ് ഞാൻ നിയമസഭയിൽ ഒരു തവണ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്ന വിഷയം. പക്ഷെ ഇതുവരെ ജോലി കൊടുത്തില്ല. അവസാനം തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി പിതാവ് അവർക്ക് പിതാവിന്റെ കീഴിലുള്ള സ്കൂളിൽ ഒരു ക്ലർക്കൽ പോസ്റ്റ് കൊടുത്ത് അവർക്ക് ജോലി കിട്ടി. അൽഫോൻസ എലഫന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫോൺ വേണമെങ്കിൽ വിഷ്ണുവിന് കൊടുക്കാൻ വേണമെങ്കിൽ പരിശോധിക്കാം. എലഫന്റ് വിനോദ് എന്ന് പറഞ്ഞ് ഞാനൊരു നമ്പർ ഫീഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് പേരാവൂരിലെ മുഴക്കുന്ന പഞ്ചായത്തിലാണ്. അത് വനാതിർത്തിയിൽ നിന്ന് 3 മെക്കാഡം ടാർ റോഡ് കഴിഞ്ഞ് ഒരു 10 കിലോമീറ്റർ വനാതിർത്തിയിൽ നിന്ന് മാറി ജനവാസ മേഖലയിലാണ്. അദ്ദേഹം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു ബന്ധുവിനെ യാത്ര അയച്ചിട്ട് അദ്ദേഹത്തിന്റെ ബൈക്കുമായിട്ട് കാറിൽ നിന്ന് ഇറങ്ങി. കുറുക്കോളി കർഷക നേതാവാണ്, പല വിഷയങ്ങളും നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. കുറുക്കോളി ഞാനും തമ്മിലാണ് മത്സരം. കാർഷിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് കുറുക്കോളി ഞാനും തമ്മിലാണ് മത്സരം. പലപ്പോഴും കുറുക്കോളിയായി ജയിക്കാറ്. അപ്പൊ ഈ വിനോദ് വിമാനത്താവളത്തിൽ ബന്ധുവിനെ യാത്ര അയച്ചു. രാവിലെ 5 മണിക്ക് കാറ് ഒരു വീട്ടിൽ വെച്ച് നിർത്തിയിരുന്നു. കാറ് അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞ് ബൈക്കിൽ കയറി സ്വന്തം വീട്ടിലേക്ക് ബൈക്കേ പോകുള്ളൂ. ബൈക്കില് അദ്ദേഹം വീടിന്റെ അടുത്തെത്തി. 100 മീറ്റർ വീടിനടുത്തെത്തിയപ്പോൾ ഒരു കറുത്ത രൂപം, ഒരിക്കലും മനസ്സിലായില്ല എന്താ, ഒരു വലിയ ആന അദ്ദേഹത്തിന്റെ ബൈക്ക് തട്ടി അദ്ദേഹത്തെ എടുത്തെറിഞ്ഞു. ആ ആനയുടെ മുൻപിൽ വീണു. ആന നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചവിട്ടാൻ വേണ്ടി ആന ഇങ്ങനെ കാല് നെഞ്ചത്ത് വെച്ചു. അദ്ദേഹം ഏതായാലും ഈശ്വരനെ വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ടാകും. ആന ആ ചവിട്ട് മുഴുവൻ ശക്തിയിൽ ചവിട്ടിയില്ല, കാല് വലിച്ചു. ചവിട്ടിയിരുന്ന പപ്പടം പോലെ പൊടിഞ്ഞു പോയനെ. അദ്ദേഹത്തിന്റെ കാല് തകർന്നുപോയി. നെഞ്ചിന്റെ അസ്ഥി ഒരുപാട് ഒടിഞ്ഞുപോയി. അദ്ദേഹത്തിനെ ഞാൻ പഴയ വനമന്ത്രി രാജുവിന്റെ മുൻപിൽ, ഇപ്പൊ ഇവിടെ നമ്മുടെ ആംബുലൻസിൽ കണ്ടതുപോലെ രാജു മിനിസ്റ്ററുടെ മുൻപിൽ, മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഞാൻ ഈ വിനോദ് എന്ന് പറയുന്ന പരിക്കുപറ്റിയ യുവാവിനെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കുള്ള സഹായം ആവശ്യപ്പെട്ടു. ഏതായാലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്കൂട്ടർ ഓടിച്ചു പോകാൻ ഇപ്പൊ ഞാൻ റോഡ് MLA ഫണ്ട് കൊടുത്തു. ഇനി എനിക്ക് വേറൊരു പേര്, എല്ലാ പേരും പറയുന്നില്ല. വൈശാഖ് ആർളം ഫാമിൽ 25 വയസ്സുള്ള ഒരു യുവാവാണ്. അദ്ദേഹം സ്കൂട്ടറിൽ പോവുകയാണ് ജോലി സ്ഥലത്തേക്ക് ആർളം ഫാമിലൂടെ. അപ്പൊ ആന ഈ സ്കൂട്ടർ മറിച്ചിട്ടപ്പോ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അത് കഴിഞ്ഞപ്പോ ആന ഫുട്ബോളിൽ തെറിപ്പിക്കുന്ന പോലെ, ഗോൾമുഖത്തേക്ക് ഫുട്ബോൾ അടിക്കുന്ന പോലെ
ഈ പയ്യന്റെ വൈശാഖിന്റെ പുറകിനൊരൊറ്റ തൊഴിയാണ് ആന. വൈശാഖിന്റെ അച്ഛൻ ആ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയതാണ്. ഒരു ആദിവാസി കുടുംബമാണ്, അമ്മ മാത്രമാണ്. 15 ലക്ഷം രൂപ ചെലവായി. പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ എന്നോട് പറഞ്ഞു, അമ്മ എപ്പോഴും കാത്തിരിക്കുകയാണ് മകൻ എഴുന്നേറ്റ് നടക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞത് ഈ പയ്യന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല വൈശാഖിനെന്നാണ്. മരണത്തിന് മൃതപ്രായനായിട്ട് വൈശാഖ് നിൽക്കുകയാണ്. ഇനി അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഈ കരളായി പ്രദേശത്തുണ്ടല്ലോ, ഞാൻ നിയമസഭയിലെ വേറൊരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പം കരളായിൽ വന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ഫോട്ടോ മാതൃഭൂമി പത്രത്തിൽ, വലിയ ആനക്കൂട്ടം 18 ആനകൾ, ആ ഫോട്ടോ ഉയർത്തിക്കൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഒരു വട്ടം പ്രസംഗിച്ചത്. അതുപോലെ അർളം ഫാമിൽ വെള്ളിയും ലീലയും കശുവണ്ടി പറക്കി വരുന്ന ആളുകൾ, ഭാര്യയും ഭർത്താവും, അവരെ 2 ആളെയും ആന ചവിട്ടി മെതിച്ചു, അവർ മരണപ്പെട്ടു. ഈ വയനാട്ടിലെ രാധ ജോലിക്ക് പോയ വ്യക്തിയല്ലേ, തോട്ടം തൊഴിലാളിയല്ലേ. രാധയെ കടുവ പിടിച്ചുകൊണ്ട് പോയിട്ട് രാധയുടെ കമ്മലും രാധയുടെ മുടിയും കടുവയുടെ വയറ്റിൽ നിന്നാണ് കിട്ടിയത്. ആ കടുവ പിന്നെ ചത്തുപോയി. ആ കടുവയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മാനന്തവാടിയില് ഞങ്ങള് പ്രിയങ്ക ഗാന്ധി വന്ന ദിവസം ഞങ്ങളവിടെ പോയിരുന്നു. എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി, എന്റെ നിയോജകമണ്ഡലത്തിന് അടുത്ത സ്ഥലമാണ്, അവിടെ പോയിരുന്നു. രാധയുടെ കമ്മലും മുടിയും ഈ കടുവയുടെ വയറ്റിൽ നിന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നത്. അന്നത്തെ ദിവസമാണ് രാധ ഇങ്ങനെ കടുവ ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ടപ്പോൾ കടുവ ഭക്ഷിക്കായിരുന്നു എന്ന ആ ദിവസമാണ് നമ്മുടെ മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് ഡാൻസും പാട്ടുമായിട്ട് അദ്ദേഹം അരങ്ങേറിയത്. അന്നായിരുന്നു. നമുക്ക് മന്ത്രിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെ നിരവധി പേരുണ്ട്. ജോണിയുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു, ജസ്റ്റിന്റെ കാര്യം പറഞ്ഞു, വിനോദിന്റെ പറഞ്ഞു, വെള്ളി ലീല, രാധ, ടാപ്പിംഗ് തൊഴിലാളി, ഒരുപാട് ആളുകളുടെ. എന്റെ ഫോണിൽ വേറൊരു നമ്പറുള്ള തെലങ്കാന ഫാർമർ എന്നാണ്. ഞാൻ കേരള നിയമസഭയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും മനസ്സിലാക്കിയിട്ട് തെലങ്കാനയിൽ നിന്ന്, എനിക്ക് PC വിശ്വനാഥിന് ചാർജ് ഉണ്ടായിരുന്ന തെലങ്കാനയിൽ നിന്ന് ഒരു കൃഷിക്കാരൻ എന്റെ നമ്പർ വരുതി പിടിച്ച് വിളിച്ച് അദ്ദേഹം അവിടെ ചെയ്ത ചില കാര്യങ്ങൾ, തെലങ്കാന സർക്കാർ നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. തെലങ്കാന ഫാർമർ എന്ന പേരിൽ ഞാൻ ആ നമ്പർ എന്റെ മൊബൈൽ ഫോണിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു നമ്പർ എന്റെ മൊബൈലിലുള്ളത് കർണാടക വൈൽഡ് ലൈഫ് സംഗീത് പൂവയ്യ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും മുതിർന്ന അഭിഭാഷകനുമാണ്. അദ്ദേഹം ഇതിനായിട്ട് മാത്രം വന്യജീവി അക്രമത്തിൽ പരിക്ക് പറ്റുന്ന ആളുകളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ ആ സംസ്ഥാന സർക്കാരും ഇപ്പൊ വൈൽഡ് ലൈഫ് ബോർഡും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇവിടെ അനന്തു എന്ന പയ്യൻ ദാരുണമായിട്ട് നിലമ്പൂരിൽ തന്നെ മരിക്കാനിടയായ കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മന്ത്രി അതിനോട് സ്വീകരിച്ച സമീപനം ഇതാണ് പൊതുവിൽ മന്ത്രിയുടെ നിലപാട്. ഇവിടെ ആ പയ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ മന്ത്രി എന്താ പറഞ്ഞത്? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പേരിൽ കേസെടുക്കും, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ചയുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റിൽ നടപടി എടുക്കും എന്ന് പറയേണ്ടതിനു പകരം കേരളത്തിലെ വനം മന്ത്രി പ്രയോഗിച്ച ഒരു കള്ളത്തരം, അത് UDFന്റെ ഗൂഢനീക്കമാണ്, അതില് ഗൂഢാലോചനയുണ്ടെന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും വെല്ലുവിളിച്ചു, അത് തെളിയിക്കാൻ വെല്ലുവിളിച്ചു. ഇല്ലെങ്കിൽ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ഏതായാലും മുഖ്യമന്ത്രി ഇടപെട്ടിട്ടായിരിക്കാം അദ്ദേഹം അത് പിൻവലിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ മാപ്പ് പറയാനുള്ള ഒരു ധൈര്യവും ഒരു അന്തസ്സും അദ്ദേഹത്തിന് പാലിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ തന്നെ ഈ ആറളത്തെ ദമ്പതിമാര് വെള്ളിയും ലീലയും മരിച്ചതിനെ തുടർന്ന് ഞാൻ ഇരിട്ടിയില് എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു ഏകദിന ഉപവാസം ഞാൻ തന്നെ നടത്തുകയുണ്ടായി. എല്ലാവരും പങ്കെടുത്തു. തലശ്ശേരിയിലെ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, സത്യത്തിൽ മയക്കുവെടി ഏറ്റിരിക്കുന്നത് ആനയ്ക്കും കടുവയ്ക്കുമല്ല, കേരളത്തിലെ വനം മന്ത്രി AK ശശീന്ദ്രനാണ് മയക്കുവെടി ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സംസാരവും നിയമസഭയിൽ വന്നുറങ്ങുന്നതും കൃത്യമായി ഉത്തരമില്ലാത്തതും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം കേന്ദ്രത്തിന്റെ പേരിൽ ചാരിയാൽ അതാണ് ഫ്രാൻസിസ് ജോർജിന്റെ കയ്യിൽ. വ്യക്തമായി അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര വനംവകുപ്പ് നൽകിയ മറുപടി അദ്ദേഹം ഇവിടെ വായിച്ച് വിശദീകരിക്കും. എല്ലാം കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ കേന്ദ്രത്തിനും ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലാം കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ കേരളത്തിന് എന്തിനാ ഒരു വനമന്ത്രി?
കേരളത്തിനെന്തിനാ ഒരു വനം വകുപ്പ്? ഇപ്പൊ നിലമ്പൂരിലെ പഴയ MLA രാജിവെച്ചൊരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും അദ്ദേഹം അന്ന് ഞാൻ KPC പ്രസിഡന്റ് ആവുമെന്ന് കരുതിയില്ല. അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിലും എന്റെ പേര് പറഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ നിയമസഭയിൽ ഞാന് സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, മാത്യു കൊളുനാടൻ, സജീവ് ജോസഫ്, റോജി M. ജോണ്, കുർക്കോളി മൊയ്തീൻ, ഷംസുദ്ദീൻ ഇവരെല്ലാം മലയോര പ്രദേശവുമായിട്ട് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മോൻസ് ജോസഫ് ഇവരെല്ലാം ഈ വിഷയങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഉന്നയിക്കുന്നു. ഞാനതിന്റെ രൂക്ഷത ഏറ്റവും അനുഭവിക്കുന്ന പ്രദേശമാണ്. എനിക്കിപ്പോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ നമ്മള് ഇവിടെ ഒരു വിഷയമായിട്ട് തന്നെ ഉന്നയിക്കുകയാണ്. സ്റ്റേറ്റ് വൈഡായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടും ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ആയിട്ട് ആലോചിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ പരിക്ക്, മരണം, നാശനഷ്ടങ്ങൾ, കൃഷിനാശം സംഭവിച്ച എല്ലാവരുടെയും വിപുലമായൊരു മീറ്റിംഗ് നമുക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ സൗകര്യപ്രദമായിട്ടൊരു മീറ്റിംഗ് തന്നെ വിളിച്ചുകൂട്ടി ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം ഒന്നുകൂടി ചർച്ച ചെയ്യണം. ഞങ്ങൾ നിയമസഭയിൽ ഒരു 10 തവണയെങ്കിലും ഈ രണ്ടാം പിണറായിയുടെ കാലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 10 തവണയെങ്കിലും 2 അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. സിദ്ദിഖ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. കുഴൽനാടൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പക്ഷേ ഈ 4 അടിയന്തര പ്രമേയങ്ങളിൽ ഒന്നുപോലും ചർച്ചയ്ക്കെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. അതാണ് എന്റെ വിഷയം. ക്രൂരത അതാണ്. ഗവൺമെന്റിന് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിനെ ഗൗരവത്തിൽ കാണാൻ കേരള സർക്കാർ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്ന് കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തിൽ ഒന്നെങ്കിലും ചർച്ച ചെയ്ത് എന്താണ് ഈ വിഷയത്തിന്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ, MLA-മാരുടെ അഭിപ്രായം എന്താണ്, സർക്കാരിന്റെ നിലപാട് എന്താണ്, അതിലെ പോരായ്മകൾ എന്താണ് എന്ന് ഒന്ന് ആലോചിക്കാൻ ഗവൺമെന്റ് 4 സന്ദർഭത്തിലും തയ്യാറായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ യോഗം വിളിച്ചു കൊടുക്കണം. ഞാൻ എത്രയോ തവണ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടണം. വനമന്ത്രി തീരെ ഈ കാര്യത്തില് പ്രശ്നങ്ങളെ കാണുന്നില്ല, അവഗണിക്കുകയാണ്, തർക്കിക്കുകയാണ്, അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ യോഗം വിളിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹവും യോഗം വിളിച്ചിട്ടില്ല. അതുകൊണ്ട് നിലമ്പൂരിൽ ഇതൊരു ചർച്ചാ വിഷയമാണ്. ഇത് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമാണ്. മലയോര പ്രദേശത്ത് മാത്രമല്ല, കണ്ണൂരിലെ പാനൂർ എന്ന് പറയുന്ന സ്ഥലം കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ തലശ്ശേരിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ശ്രീധരൻ എന്ന് പറയുന്ന ഗ്രഹനാഥൻ രാവിലെ വീട്ടിലെ പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അദ്ദേഹത്തെയാണ് പന്നി തട്ടി കൊലപ്പെടുത്തിയത്. ഞാനും പോയിരുന്നു. KP മോഹന്റെ നിയോജക മണ്ഡലമാണ്. ഷാഫിയുടെ പാർലമെന്റ് നിയോജക മണ്ഡലമാണ്. വനമന്ത്രിയും വന്നിരുന്നു. പക്ഷെ പരിഹാരമില്ല. അപ്പൊ ജനവാസ മേഖലയിലും ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രെയിൻ യാത്രയിലെ പൊന്നാനിയിലെ MLA പറയുകയാണ്, പൊന്നാനിയിലും കാട്ടുപന്നിയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, സർവ്വവ്യാപിയാണ് ഇന്ന് കേരളത്തിൽ. പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. ഗവൺമെന്റ് ഉറങ്ങുകയാണ്. മന്ത്രിക്ക് മയക്കുവെടിയേറ്റ അവസ്ഥയാണ്. ആ മന്ത്രിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നിലമ്പൂരിലെ വോട്ടർമാർ തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവസരമൊരുക്കിയ ഇവിടുത്തെ മഞ്ജുഷ് മാത്യുവിനും മറ്റ് നേതാക്കന്മാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.